ശ്രീ അൻവർ സാദർ. സാർ, ഒരു നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന റവന്യൂ വകുപ്പ്. നമുക്കെല്ലാവർക്കും അറിയാം, വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു വികസനത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. സാർ, അതുപോലെ തരം മാറ്റൽ അതൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് സർക്കാരിൻ്റെ ഭൂമി കയ്യേറ്റം വരുമ്പോൾ അത് അളന്ന് തിട്ടപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള തർക്കങ്ങൾ, ഈ വസ്തുബന്ധമായ തർക്കങ്ങൾ, ഇതിനെല്ലാം വേണ്ടത് സർവേയർമാരാണ് സാർ. ഇന്ന് കേരളത്തിൽ സർവേയർമാരുടെ ഒരു കുറവ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ പലപ്പോഴും അതൊരു തടസ്സമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് കൂടുതൽ സർവേയർമാരെ വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ കൂടുതൽ ആക്കം കൂട്ടുവാനും മറ്റുള്ള വിഷയങ്ങൾക്കുമൊക്കെ പരിഹാരമായി പുതിയ സർവേയർമാരെ വെക്കാൻ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട അങ്ങ് അൻവർ സാദത്തോട് സൂചിപ്പിച്ച കാര്യം നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. ഒരു സർവേ നടക്കുന്നതിന് താലൂക്ക് ഓഫീസിൽ സർവേറെ കിട്ടുന്നതിന് പല പ്രാവശ്യം വിളിക്കേണ്ട അവസ്ഥയാണ്. സാർ, ഇന്ന് തുടങ്ങിയല്ല സാർ, കേരളത്തിൽ നമുക്ക് ഈ ഒരു അപര്യാപ്തത, സർവേ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഉള്ള സ്ട്രെങ്ത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞാനത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് തന്നെ ഡിജിറ്റലൈസേഷൻ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2500-ലധികം ആളുകളെ ഇതിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൂടെ എടുത്ത് അവരെ വെച്ചുകൊണ്ടാണ് നമുക്ക് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അപര്യാപ്തത ശക്തമായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോകുന്നതിനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.